എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു അപ്പം ഉണ്ടാക്കാനുള്ള ഒരു നല്ല മയമായിട്ട് അപ്പം വരാൻ ഉള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അരിയാണെങ്കിൽ ഒരു 4 മണിക്കൂർ കുതിർത്തിടണം. അരി 4 മണിക്കൂർ കുതിർത്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു കപ്പ് 1.5 കപ്പ് തേങ്ങ, ഇത്രയും കുറച്ച് അരിക്കാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ, അതുപോലെ തന്നെ നമ്മൾ ചോറ്, അത്രയും തന്നെ ചോറ്, ഈ തേങ്ങ എടുക്കുന്ന ആ കരിക്കാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ കരിക്കിൻ്റെ വെള്ളം പഞ്ചസാര ചേർത്ത് അതുകൂടി നമ്മൾ വെച്ചിട്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ ഈ അരി ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അരച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ്. ഇതുപോലെ കുറച്ച് മാവ് ഇതുപോലെ കുപ്പിയിൽ ഇട്ട് മാറ്റി വെച്ചാൽ മതി. മാറ്റി നമ്മൾ ഫ്രീസറിലോട്ടോ വല്ലതും ഒന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം 2-3 കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം നമ്മൾ അപ്പം ചുടുമ്പം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആട്ടി വെക്കുന്ന മാവ് കുറച്ചെടുത്ത് വീണ്ടും അതിനകത്തേക്ക് വെക്കുക. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മാവെടുത്ത് വീണ്ടും അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് അപ്പം പൊങ്ങി വരും. നല്ല ടേസ്റ്റിയാണ്, നല്ല മയമായിട്ട് പൊങ്ങി വരുന്നു. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നമുക്കപ്പം ചുടാനുള്ള പരുവമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ല ഒരു ടിപ്പാണ്. ഞാനിത് ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.